സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ തസ്തികകളിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്? ഗൗരി പാർവതി ബൻ. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറിയെന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? അവധിനെയാണ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? G7 ഫ്രാൻസ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്യുന്നത് ആര്? മുഹമ്മദ് അലി ജിന്ന. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? വാഗ്ബടാനന്ദൻ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ്? ലാഹോർ ആണ്. മിശ്ര വേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രം ശരിയാണ്. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഡാഷ് ആണ്. കാർബൺ ഡയോക്സൈഡ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ജൂൺ, സെപ്റ്റംബർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 4 ശരിയാണ്. ഹിമാലയം പർവ്വതനിരകളിൽ നിന്നൊഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. പഴയ നിക്ഷേപങ്ങൾ അടങ്ങിയ തരായ് ബെൽറ്റ് ബങ്കർ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ 2ാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏത്? ധോഡബെട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏത്? ആറളം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി. വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി? വ്യവസായങ്ങളുടെ വളർച്ച 2ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗിന്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആദ്യത്തേത് ആരായിരുന്നു? സിന്ധു ശ്രീ ഗുള്ളർ. ദാരിദ്ര്യരേഖ നിർണയവുമായി ബന്ധപ്പെട്ട് ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജി. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ആഗോളവൽക്കരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? RBI ഡാറ്റ. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭരണഘടനയുടെ 4 ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ശരി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 മാത്രമാണ്. ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നു. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. കേന്ദ്ര ലിസ്റ്റ് തുറമുഖങ്ങൾ. സംസ്ഥാന ലിസ്റ്റ് കന്നുകാലി പരിപാലനം. സംയുക്ത ലിസ്റ്റ് മായം ചേർക്കൽ.
അടുത്ത ചോദ്യം, 44-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവ കണ്ടെത്തുക. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നികുതിയിൽ നിലവിൽ അനുച്ഛേദം 300B ഉൾപ്പെടുന്നതാണ് സ്വത്തവകാശം. അനുച്ഛേദം 22(4) മാറ്റങ്ങൾ വരുത്തി കടതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. 352 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റിയത്. ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രമാണ്. 300B എന്ന് തന്നിരിക്കുന്നു. വരുന്നത് ഏതാണ്? 300A ആണ്. ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ജില്ലാ കൗൺസിൽ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദങ്ങൾ ഏവ? ഓപ്ഷൻ ബി ആണ്. അനുച്ഛേദം 29 മുതൽ 30 വരെ. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്രിസ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതല്ല? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 4 എന്നിവ കേന്ദ്ര സർവീസുകളാണ്. ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് എന്നിവ കേന്ദ്ര സർവീസുകളാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരെല്ലാം? 1947 ശേഷം. ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ജ്ഞാനേഷ് കുമാർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ കോറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏവ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 മാത്രമാണ്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏവ? കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് കെ-സ്മാർട്ട്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹയാനം. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 എന്നിവ തെറ്റാണ്. 3-ാമത്തെ പ്രസ്താവന ശരിയാണ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 മാത്രമാണ് ശരി. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ. ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി. കുഷ്ഠരോഗം ബാക്ടീരിയ, അറ്റ്ലസ് ഫുഡ് ഫംഗസ്, മിസിൽസ് വൈറസ്, മന്ദരോഗം വിരകൾ.
ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3, 4. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു, നാഡീപ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്നു, പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു, രക്തം കട്ടപിടിക്കുന്നത് തകരാറിലാക്കുന്നു. രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏത്? ബേസോഫിൽ. ജൈവ വൈവിധ്യ നാശത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഉൾപ്പെടാത്തത്. പ്രകൃതി നിർദ്ധാരണം. കേരള സർക്കാരിന്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ആശ്വാസകിരണം. ഫോക്കൽ ദൂരം 5 സെന്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനി സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കോർണിയ ആവർത്തനം എത്രയാണ്? 6. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിന്റെ പ്രധാന കാരണം? ജലതന്മാത്രകളുടെ കമ്പനം. താഴെ പറയുന്നവയിൽ ഘർഷണബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ഉപരിതലങ്ങളുടെ സ്വഭാവം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. രൂപാന്തരത്വം എന്ന സ്വഭാവവിശേഷണം കാണിക്കാത്ത മൂലകം ഏത്? നൈട്രജൻ. താഴെ തന്നിരിക്കുന്നവയിൽ 3 ബേസിക് ആമ്ലം അല്ലാത്തത് ഏതെല്ലാം? ഓപ്ഷൻ എ 1, 2, 4. 1, 2, 4. ഓക്സാലിക് ആസിഡ്, സൾഫ്യൂറിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ആവർത്തന പട്ടികയിലെ 1ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1, 2, 3. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികർണന ബന്ധം കാണിക്കുന്നു. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജമുണ്ട്. തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹമായി. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടുപിടിക്കുക. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അന്തരീക്ഷവായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാൻ സാധിക്കുന്നു. വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ സാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നു. ആണവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? മാമാങ്കവുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങിയെന്നാണ് മാമാങ്കത്തിന്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിന്റെ അധിപനായ വള്ളാട്ടിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. എല്ലാം ശരിയാണ്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏത് പേരിലാണ് അവതരിപ്പിക്കുന്നത്? നിരമിത്രൻ. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 മാത്രം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ്? ഓപ്ഷൻ സി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. ഒരു ബഹുഭുജത്തിന്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? ഓപ്ഷൻ സി 17. ഉത്തരം മാത്രം പറഞ്ഞു പോകുന്നു. 52ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 49. 53ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 54 ഓപ്ഷൻ സി.
55-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 56-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. 57-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 58-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 59-ാമത്തെ ചോദ്യം ഓപ്ഷൻ സി. 60-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി. 61 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. If I saw a snake under my sofa, I dash run away. I would run away. One of the following words is misspelled. Identify the word. Option C. Ulysses was braver than any other Greek hero. Can be written without a change in meaning as no other Greek hero was as brave as Ulysses. The foreign expression carte blanche means complete freedom. Antonym of gregarious, reserved. Change the following sentence into indirect speech. The man asked the people at the bus stop whether they did not believe him. Add an appropriate tag. Let's have a break now. Shall we? Rewrite the following sentence into passive voice. Make one more attempt. Let one more attempt be made. The head office has dash his request for transfer. Turned down. The meaning of the idiom cut corners is to do something in the easiest way. മലയാളം ചോദ്യങ്ങൾ. തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 3. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ശോണം, അരുണം. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ. അരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദത്തിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 2, 3. 2, 3. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? അഭംഗുരം. തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി 2, 4. 2, 4. ഇതിലേതാണ് കേവലക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? ഓപ്ഷൻ ഡി ഓടിക്കുന്നു. തന്നിരിക്കുന്നവയിൽ വിനിയച്ചത്തിന് ഉദാഹരണമായത് ഏത്? ഓപ്ഷൻ സി പറഞ്ഞു കേട്ടു. പീനം എന്ന വാക്കിൻ്റെ വിപരീതാർത്ഥം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ശുഷ്കം. കപ്പൽ മുളകിൻ്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ തന്നിരിക്കുന്നവ എല്ലാം. അടുത്ത ചോദ്യം. ഒരു ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് ഡാഷ് എന്ന് പറയുന്നു. ഉത്പതനം. ജലത്തിൻ്റെ തിളനില ഡാഷാണ് 100°C. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 17. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ. LPGയുടെ UN നമ്പർ എത്ര? 1075. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ.
മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്വിഷർ താഴെ പറയുന്ന ഏത് തരം തീപിടുത്തത്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബി ടൈപ്പ് ഫയർ. സംവഹനം നടക്കുന്നത് ഏതവസ്ഥയിലാണ്? ദ്രാവകം. പാസ്, വിശദീകരിക്കുക. ഓപ്ഷൻ എ, പുൾ എയിം സ്ക്യൂ സ്വീപ്പ്. പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആര്? ഫെഡറിക് ഇസ്മാർക്ക്. ചതവോട് കൂടിയ മുറിവുകൾക്ക് പറയുന്ന പേരെന്താണ്? കൺട്യൂസ്ഡ് മുറിവ്. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം എങ്ങനെ മനസ്സിലാക്കാം? രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുന്നു. അസ്ഥികൾ ഒടിഞ്ഞ ആന്തരിക അവയവങ്ങളെ തുളച്ചു കയറി ഉണ്ടാകുന്ന തരം ഒടിവ് ഏതാണ്? കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ടാത്ത കാര്യം? ഓപ്ഷൻ ബി ആണ്, നടക്കുകയോ ഓടുകയോ ചെയ്യണമെന്നതാണ് ചെയ്യേണ്ടാത്ത കാര്യം. ഹൃദയത്തിൻ്റെ താളം വിശകലനം ചെയ്യാനും ആവശ്യമെങ്കിൽ വൈദ്യുത ഷോക്ക് നൽകാനും കഴിയുന്ന സങ്കീർണമായ ഉപകരണം? AED. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് CPR കൊടുക്കുമ്പോഴുള്ള ചെസ്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ അനുപാതം എത്രയാണ്? 30:2. പൊള്ളലുണ്ടാകുമ്പോൾ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായാൽ അത് ഏത് തരം പൊള്ളലാണ്? 2ാം ഡിഗ്രി പൊള്ളൽ. ആഹാരപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുന്നത് മൂലമുള്ള ശ്വാസതടസ്സത്തെ എന്താണ് പറയുന്നത്? ചോക്കിംഗ്. സാങ്കേതിക വിദ്യാ നിയമം 2000 വകുപ്പ് 62 പ്രകാരം വകുപ്പ് 43 പരാമർശിച്ച ഏതെങ്കിലും പ്രവൃത്തി അസത്യസന്ധമായോ വഞ്ചനാപരമായോ ചെയ്യുന്നയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി, പരമാവധി 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. അവസാനത്തെ ചോദ്യം, സാങ്കേതിക വിദ്യാ നിയമം 2000 പ്രകാരം ഈ നിയമപ്രകാരം ലഭിച്ച അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തി എന്തെങ്കിലും ഇലക്ട്രോണിക് രേഖ, പുസ്തകം, രജിസ്റ്റർ വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ എന്നിവയിൽ പ്രവേശനം നേടിയ ശേഷം ബന്ധപ്പെട്ട വ്യക്തിയുടെ സമ്മതമില്ലാതെ അതിനെ മറ്റൊരാളോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ഓപ്ഷൻ ബി ആണ്, പരമാവധി 5 ലക്ഷം രൂപ പിഴ. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.